കഴിഞ്ഞ ആഴ്ചകളിൽ ഹിന്ദി മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ മനംനൊന്ത് പ്രമുഖ ബറേൽവി മുസ്ലിം പണ്ഡിതൻ ഇസ്ലാം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നെന്ന്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുന്നു. കസ്റ്റഡിയിലിരിക്കെ പോലീസ് തന്നെ നിർബന്ധിച്ച് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സീതാപൂർ സ്വദേശിയായ ഫതഹുദ്ദീൻ. സീതാപൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടും ജില്ലയിലെ പ്രമുഖ ഹിന്ദുത്വ നേതാവും ചേർന്ന് തന്നെ പരിവർത്തനത്തിന് നിർബന്ധിച്ചെന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഈ മാസം 18-നാണ് തന്നെ ഹിന്ദുവാക്കി മാറ്റിയത്. ഇതുപ്രകാരം പേര് ഫതഹ് ബഹദൂർ എന്നാക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ മതമാറ്റം സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി 20-ന് തിരിച്ചു കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണെന്നും ഫതഹുദ്ദീൻ വ്യക്തമാക്കുന്നു. മരണം വരെ മുസ്ലിമായി തുടരുമെന്നും ഫതഹുദ്ദീൻ പറഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ വെച്ചാണ് പീഡനം ഏൽക്കേണ്ടി വന്നത്. മുറിയിൽ അടച്ചുപൂട്ടിയ ശേഷം മതം മാറാൻ നിർബന്ധിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഹിന്ദുവായില്ലെങ്കിൽ ആയുധം സൂക്ഷിച്ചുവെന്ന കുറ്റം ചുമത്തി ജയിലിലിടുമെന്നും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അവർ തൻ്റെ തലമുടിയും താടിയും വടിക്കുകയും മതപരമായി അവഹേളിക്കുകയും ചെയ്തുവെന്ന് ഫതഹുദ്ദീൻ പറയുന്നു. മുമ്പ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള വിവിധ കൂട്ടായ്മകളുമായി സഹകരിച്ച് പ്രവർത്തിച്ച ഫതഹുദ്ദീനാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ പശു സംരക്ഷണ മുന്നണിയുടെ ന്യൂനപക്ഷ വിഭാഗം ദേശീയ പ്രസിഡന്റായി ഫതഹുദ്ദീൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയുടെ സാമൂഹികക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുകയാണെന്ന ആരോപണങ്ങൾക്കിടെ യുപിയിലെ മുസ്ലിം പണ്ഡിതൻ മതം മാറിയെന്ന വാർത്ത ഹിന്ദുത്വ പ്രൊഫൈലുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം പണ്ഡിതൻ ഹിന്ദുവായി എന്ന തലക്കെട്ടിലാണ് ഫതഹുദ്ദീന്റെ മതം മാറ്റം സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നത്. ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ ഫതഹുദ്ദീൻ വളരെ ദുഃഖിതനായിരുന്നുവെന്നും ഇതോടെ അദ്ദേഹം ഹിന്ദുമതം സ്വീകരിച്ചുവെന്നുമാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലുണ്ടായിരുന്നത്. ഫതഹുദ്ദീൻ ഔദ്യോഗികമായി സനാതൻ ധർമ്മം സ്വീകരിച്ചു. ആദ്യം തല മൊട്ടയടിച്ചു, ഇതിനുശേഷം താടി നീക്കി. തുടർന്ന് കാളി ക്ഷേത്രത്തിലെത്തി കാവി വസ്ത്രം ധരിച്ച് പൂജ നടത്തി. ഹിന്ദു സംഘടനകളിൽ നിന്നുള്ള നിരവധി പേർ അവിടെ സന്നിഹിതരായിരുന്നുവെന്നുമാണ് വിവിധ ഹിന്ദി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഹിന്ദു ഷേർസേന നേതാവ് വികാസ് ഹിന്ദു ആയിരുന്നു ചടങ്ങിന് നേതൃത്വം നൽകിയത്. അതേസമയം തൻ്റെ മതമാറ്റത്തെക്കുറിച്ചുള്ള ഫതഹുദ്ദീൻ്റെ വെളിപ്പെടുത്തൽ ഹിന്ദി മാധ്യമങ്ങൾ ഇതുവരെ ഏറ്റുപിടിച്ചിട്ടില്ല. നിർബന്ധിത മതമാറ്റത്തിന് കനത്ത ശിക്ഷയുള്ള സംസ്ഥാനമാണ് യു പി എങ്കിലും ഫതഹുദ്ദീൻ്റെ വെളിപ്പെടുത്തൽ ഇതുവരെ പോലീസ് കേസുമെടുത്തിട്ടില്ല.